കേരളത്തിലെ സൗജന്യ നീന്തൽ പരിശീലനം നടത്തുന്ന സജി വളാശ്ശേരിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ആലുവയിലെ സൗജന്യ നീന്തൽ പരിശീലനം നടത്തുന്ന സജി വളാശ്ശേരിയെ പ്രശംസിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൻ കി ബാത്തിൽ ഇന്ന് സംസാരിക്കുകയും ചെയ്തു. ഈ വർഷത്തെ നീന്തൽ പരിശീലനം ഇന്ന് 400 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1 കിലോമീറ്റർ നീളത്തിൽ ഒരുമിച്ച് നീന്തൽ നടത്തി സമാപിക്കുന്ന ദിനം കൂടിയായിരുന്നു. സജി വളാശ്ശേരിയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്ന് ഇന്ന് ആലുവയിലെ പരിശീലന കേന്ദ്രം സന്ദർശിച്ചവർ പറഞ്ഞു. സജി വളാശ്ശേരി ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. ഈ ദൈവത്തിന്റെ ഒരു പുത്രനായിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കണക്കാക്കാവുന്നതായിട്ട് തോന്നുന്നു. പേരുടെയാണ് ജീവൻ രക്ഷിക്കുന്നത്. എനിക്ക് മനോഹരമായി തോന്നിയത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവാർഡും അതിന് തുകയും ഉണ്ടായിരുന്നു. ആ തുക അപ്പം തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്തോളൂ, എനിക്ക് തുക ആവശ്യമില്ല, എനിക്ക് ബലകം മാത്രം മതി എന്നാണ്. നമസ്കാരം, ഞാൻ സാജു കൊറിയൻ. എന്റെ നാട്ടിൽ നടക്കുന്ന ഒരു മഹത്തായ ജനകീയ വിപ്ലവമാണ് ശരിക്കും പറഞ്ഞ നീന്തൽ എന്ന് പറയുന്നത്. അതും 1 രൂപ പോലും ചെലവില്ലാത്ത രീതിയിൽ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകർക്ക് ആദ്യമേ തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് വ്യായാമം എന്ന് പറയുന്നത്. അതിൽ തന്നെ നീന്തൽ പഠിക്കുക എന്നുള്ളത് ഏത് രീതിയിലും നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ജനങ്ങളിലുള്ള ഭയം മാറ്റി പുഴയില് കുട്ടികളെ നീന്തിക്കാനായിട്ട് അവരെടുക്കുന്ന എഫർട്ടിന് എല്ലാം വളരെയധികം ശ്ലാഘനീയമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സുമനസ്സുകൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. എന്തായാലും ഈ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യവാദം. എന്റെ പേര് സാജു മത്തായി, കീഴ്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഞാനിപ്പോ കുറച്ച് നാളുകൾ കൊണ്ടാണ് ഈ ഭാഗത്ത് വന്നത്, ഈ നീന്തൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ വലിയൊരു മഹാ അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒത്തിരിയേറെ ആളുകൾ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞത് ഒരു മരണത്തിൽ നിന്നും രക്ഷിക്കുക, അത് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു മരണം പോലും അപകട മരണം സംഭവിക്കാതിരിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ആശയം. ഈ നീന്തൽ പഠിക്കാൻ എത്ര നാളായി വരാൻ തുടങ്ങിയത്? മോന് ഇവിടെ വരുന്നതിന് മുന്നേ സ്വിമ്മിംഗ് പൂളിൽ പഠിച്ചിരുന്നു, 1 മന്ത് പഠിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 35 ദിവസത്തോളം ഇവിടെ വന്നിട്ട്. പക്ഷെ സ്വിമ്മിംഗ് പൂൾ അല്ല പുഴ എന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. സ്റ്റാർട്ടിങ് A to Z ആണ് ഇവിടെ പഠിക്കുന്നത്. അതായത് ഒരു ബോട്ട് അപകടം ഉണ്ടായാൽ പോലും അവർക്ക് ദിവസങ്ങളോളം തുഴഞ്ഞു കിടക്കാൻ ഇപ്പോൾ അവർ പ്രാപ്തരായി. പിന്നെ സ്പെഷ്യൽ ബാച്ച് എന്നൊരു ബാച്ചിലൂടെ കയറി വന്നതുകൊണ്ട് കുറെ ടഫായിട്ടാണ് പിള്ളേർ പഠിച്ചിപ്പോ കയറിയത്. എന്നിരുന്നാൽ പോലും സാറിന്റെ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചാല് കൃത്യമായി പഠിച്ച് ഇവിടുന്ന് പോവാം. ഇതില് എത്ര പേര്? ഞങ്ങള് ബാച്ച് 10-ലുള്ളവരാ. ബാച്ച് 10 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബാച്ചാണ്. ഈ സ്പെഷ്യൽ ബാച്ചിൽ ഏകദേശം 80 പേര് ഉണ്ടാവും. അപ്പൊ അതേപോലെ 10 ബാച്ചുകൾ ഈ വർഷം തന്നെ ക്രോസ് ചെയ്തവരുണ്ട്. എന്റെ മോള് എന്റെ 2 മക്കളാണ്. 2 മക്കളും ചേർന്നത് മാർച്ച് 31-നാണ്. അത് കഴിഞ്ഞിട്ട് അവര് സ്പെഷ്യൽ ബാച്ചിലേക്ക് മെയ് മുതൽ ജോയിൻ ചെയ്ത്. അത്യാവശ്യം ഇവിടുത്തെ പഠിപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോർട്ട് കട്ട് ഇല്ല, നല്ലോണം. അത് സ്പെഷ്യൽ ബാച്ചിലാണെങ്കിൽ ശരി, ബാക്കിയുള്ള മക്കളാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത്. റെഗുലർ ബാച്ചിലുള്ളവർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് PD, PG, PhD, PD ഇതെല്ലാം നീന്തും. സ്പെഷ്യൽ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അവര് ശരിക്കും 2 മാസം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അവർ 1 മാസം കൊണ്ടാണ് പഠിച്ചത്. നല്ലോണം പരിശ്രമിച്ചു തന്നെയാണ്. അവരുടെ പ്രയത്നം വലിയൊരു ഇത് തന്നെയാണ്. പിന്നെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപാട് സ്വപ്നം കണ്ടിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ക്രോസിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പൊ കരുതാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷം. കാരണം വെച്ചാൽ ആലുവ പുഴ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ രീതിയിലും അത്ഭുതങ്ങളും എല്ലാ വർഷം വെള്ളം കയറുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. ആ പുഴ ഇന്നലെ എൻ്റെ 7 വയസ്സും പ്രായമുള്ള മകൻ ക്രോസ് ചെയ്തിട്ട് അതിന്റെ നീന്തൽ പഠിക്കാറുണ്ട്. അപ്പൊ 17 വർഷം പൂർത്തിയാക്കുന്ന സജി സാറിന്റെ ഈ നീന്തൽ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഇത് കാണുന്ന ആളുകള് നീന്താൻ വന്നില്ലെങ്കിലും 1 പ്രാവശ്യമെങ്കിലും
ഇവിടെ വന്നൊന്ന് സന്ദർശിച്ചിട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ സ്വർഗമാണെന്ന്. ആ ബോർഡിന്റെ കറക്റ്റ് പേരിന് അന്വർത്ഥമാവുന്ന രീതിയിലാണ് ഇവിടെയുള്ള പരിപാടികൾ. ഏറ്റവും വലിയ സംഭവം ഞാൻ ഒരുപാട് മതസൗഹാർദ്ദങ്ങളുടെ ഒരു സംഭവം കൂടെയാണ് ഇവിടെ. എല്ലാവരും വരുന്നു, ഒരേ മനസ്സോടെ നിന്ന് ഇത് പരസ്പരം അങ്ങോട്ട് ബഹുമാനിക്കുന്നു, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം. അന്തരീക്ഷത്തിന്റെ ഒപ്പം തന്നെ ആലുവയിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. എന്റെ പേര് സജി വളശ്ശേരില്. ഞാൻ 17 വർഷമായിട്ട് ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരികാതിരിക്കാൻ വേണ്ടിയിട്ട് നവംബർ 1 തുടങ്ങി മെയ് 31 വരെയാണ് ഇവിടെ ക്ലാസ്. രാവിലെ 5:30 തുടങ്ങും. ഒരു ദിവസം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 912 പേര് പഠിക്കാനുണ്ടായിരുന്നു. ഈ വർഷം 3620 അപേക്ഷയാണ് കിട്ടിയേക്കുന്നത്. അത്രയും പേര് വന്ന് നീന്തൽ പഠിച്ചു. ഇതിനോടകം 18,000 മുകളിൽ ആളുകൾ നീന്തൽ പഠിച്ചു. ഇപ്പൊ ഇന്ന് ചെറിയ കുട്ടി 5 വയസ്സുകാരൻ പ്രയാഗായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി. 1 കിലോമീറ്ററാണ് നീന്തി കടന്നത്. ഇന്ന് ഈ വർഷം പഠിച്ചതിൽ 301 പേര് നീന്തി കടന്നു. പിന്നെ ഞങ്ങൾ സീനിയേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് 400 പേരാണ് 1 കിലോമീറ്റർ ഇന്ന് നീന്തി കാണിച്ചത്. നിങ്ങൾക്ക് നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ കുട്ടികളെ വേഗം തന്നെ നീന്തൽ പഠിപ്പിക്കുക. ഇവിടെ ആലുവ മണപ്പുറം ദേശം കടവില് 7 മാസം നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. നവംബർ 1 തുടങ്ങി മെയ് 31 വരെയുള്ള കാലയളവിൽ ഇങ്ങോട്ട് വരുക. എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളോടെ ഞങ്ങൾ കാത്തിരിക്കും. 17 വർഷത്തിനുള്ളിൽ പഠിപ്പിച്ചതിൽ ഏറ്റവും അനുഭവ സമ്പത്തായ ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അത് എന്താ? ഈ 17 വർഷത്തിനുള്ളില് ആസിം വെളിമണ്ണെ നീന്തൽ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് 2 കൈയില്ല, ഒരു കാലിന് 8 ഇഞ്ച് നീളം കുറവ്. അതിപ്പോ വേൾഡ് ലെവലിലേക്ക് നീന്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ആസിം വെളിമണ്ണ. പിന്നെ അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷ് കോട്ടപ്പുറം നീന്തി കടന്നു. അതൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തൽ ആർക്കൊക്കെ പഠിക്കാൻ പാടില്ല അവരെയൊക്കെ പഠിപ്പിച്ച് കാണിച്ചു. ഇനി മറ്റുള്ളവർക്ക് മുഴുവൻ പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നീന്തൽ പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രയാസമേറിയ ആരെങ്കിലും ഉണ്ടായിരുന്നു? നീന്തൽ പഠിപ്പിക്കാനൊന്നും ഒരു പ്രയാസമില്ല. എല്ലാവരും നീന്തൽ പഠിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് ആലോ പെരിയാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നീന്തൽ പഠിക്കാം. ഈ ആത്മവിശ്വാസത്തോടെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും നീന്തൽ തുടങ്ങുന്നതെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുമില്ല. നീന്തൽ പഠിച്ച ഡ്രൈവിംഗ് പഠിക്കുമാരെയാണ്. നീന്തൽ പഠിച്ചിട്ട് ഒന്ന് പഠിച്ചു പിന്നെ നീന്താതെ ഇരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ശരിക്കും ആ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയാണല്ലോ, കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞാലും മറന്നു പോകില്ല. സാധാരണ ഈ പാറമടയൊക്കെ കാണുമ്പോൾ അതിലേക്ക് ചാടി നീന്തൽ അറിയാവുന്നവർ പോലും മുങ്ങി മരിച്ചു ഈ അടുത്ത കാലത്ത്. അപ്പൊ അത് എന്തായിരിക്കും? നീന്തൽ നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു പാറമടയിൽ മുങ്ങി മരിക്കൂല. എന്ന് വെച്ചാൽ സൈലന്റ് വെള്ളമല്ലേ പാറമടയില്, ഇത്തിരി തണുപ്പ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ ആഴത്തിന്റെ അനുസരിച്ച്. നീന്തൽ അറിയാമെങ്കിൽ 98% മരിക്കൂല ആളുകള്. നീന്തി രക്ഷപ്പെടാവുന്നതെല്ലാം. പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത അപൂർവം ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രായം കുറഞ്ഞത് 5 വയസ്സ്. അതെ അതെ, ഇന്ന് 5 വയസ്സ് തുടങ്ങി 60 വയസ്സ് വരെയുള്ളവരാണ് നീന്തി കടന്നത്.